ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിൽ ഉറച്ച് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് സതീഷിന്റെയും ചെന്നിത്തലയും കൂടാതെ KPCC അധ്യക്ഷന്റെയും നിലപാട്. ഉപതെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ളതിനാൽ നിയമോപദേശം ലഭിച്ച ശേഷമാകും തീരുമാനം. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെങ്കിൽ രാഹുലിനെ മാറ്റി നിർത്തി മുന്നോട്ട് പോവാനാണ് സാധ്യത. രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് തയ്യാറായില്ല. എന്നാൽ ധാർമ്മികത ഉയർത്തി രാഹുൽ മാറി നിൽക്കണമെന്ന ആവശ്യത്തിലാണ് വനിതാ നേതാക്കൾ. KR സാജുവും ഒപ്പം തന്നെ ഡി ധനസുമോദുമുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ആദ്യം KR സാജുവിലേക്ക്. KR സാജു, ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് നിയമോപദേശം ലഭിച്ചതിന് ശേഷം മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നിയമോപദേശത്തിൽ കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്ലാൻ B ഉണ്ട് എന്ന് പറയുന്നു. അതെന്താണ് പ്ലാൻ B? വിശദാംശങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു എന്നാണ് അജി കുഞ്ഞുമോൻ നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക. ആകെ ഒരു തടസ്സം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ്. 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നാണ് ചട്ടം. പക്ഷേ BJP ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തി 6 മാസം കാലാവധി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന വ്യവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുമോ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നേതാക്കളെ നിയമോപദേശം സ്വീകരിക്കാനായി പ്രേരിപ്പിച്ചത്. നിയമോപദേശം തേടിയിട്ടുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്തിമമായ ധാരണകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കമുള്ളവരുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ VD സതീഷിന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെയും അതുപോലെ KPCC നേതൃത്വത്തെയും രമേശ് ചെന്നിത്തല തന്റെ നിലപാട് അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, രാഹുലിന്റെ രാജി അനിവാര്യമാണ് എന്ന നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തലയും എത്തപ്പെട്ടത്. ഇന്നലെ സുപ്രധാനമായ ചില ഓഡിയോകൾ പുറത്തു വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മാറിയിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ വിവിധ തരത്തിലുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ജോസഫ് വാഴക്കനെയും K മുരളീധരനെയും പോലെയുള്ള നേതാക്കളൊക്കെ പരസ്യമായി തന്നെ തിരികെ എത്താം. ഇപ്പോൾ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അത്തരത്തില് യാതൊരു ആവശ്യവും ഔദ്യോഗികമായിട്ട് ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞാനും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. ഉചിതമായ തീരുമാനം തക്ക സമയത്ത് ഉണ്ടാകും. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്തെടുക്കും. ആലോചിച്ച് ഉചിതമായ തീരുമാനം തക്ക സമയത്ത് അറിയിക്കും. എല്ലാ നേതാക്കന്മാരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ച് പരിഗണിച്ച് ഉചിതമായ തീരുമാനം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറിയിട്ട് ഇത്രയും ദിവസമായി, ഇനി ഒരു ജനപ്രതിനിധി നിലയിൽ നിന്ന് മാറണമെന്ന് താങ്കളുടെ പാർട്ടി നടക്കേണ്ട ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് MLA-മാരും എല്ലാ നേതാക്കളൊക്കെ പരസ്യമായി പറയുന്നു. ഈ ആലോചന ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണോ, അല്ലെങ്കിൽ ഇങ്ങനെ രാജി ഇല്ല? ആലോചന പൂർത്തിയായി തീരുമാനം എടുത്താൽ അപ്പൊ നിങ്ങളെ ഔദ്യോഗികമായിട്ട് എല്ലാ നേതാക്കളൊക്കെ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങി. അതായത് ഇനി വൈകരുത് എന്ന നിലയിൽ തക്ക സമയത്ത് തീരുമാനമെടുക്കും. ശരി, ഊണില്ല, നിങ്ങൾക്ക് തരാൻ ചോറില്ല. ശരി. KR സാജു തുടരുന്നുണ്ട്. KR സാജു, KPCC അധ്യക്ഷന്റെ വാക്ക് KR സാജുവും കേട്ട് കാണും. എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം മാത്രമാണ് നൽകുന്നത്. ഉചിതമായ സമയത്ത് തക്ക നടപടി ഉണ്ടാകും. ഈ വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് രാജിക്കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു, മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചു കഴിഞ്ഞു എന്ന അടക്കമുള്ള അർത്ഥം വരുന്ന വ്യാഖ്യാനങ്ങളാണ് സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത്. KR സാജു. അജി, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതായിരുന്നു. മുതിർന്ന നേതാക്കളുമായുള്ള ആശയവിനിമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു. അതായത് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമൊക്കെയായുള്ള അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുകയാണ് സണ്ണി ജോസഫ്. അത് പൂർത്തിയായ ശേഷം ഒരു ഏകോപിതമായ അഭിപ്രായമായി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം, KPCC നേതൃത്വത്തിന്റെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കാം എന്ന നിലപാടിലാണ്, ഔദ്യോഗികമായി അറിയിക്കാം എന്ന നിലപാടിലാണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാജി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ്
എന്നുള്ളതാണ്. വളരെ കൃത്യമാണ്. രാജി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. നേതാക്കൾക്കിടയിലുള്ള ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. അതായത് രാജിയിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ കണക്കുകൂട്ടണം. രാജി വേണ്ടതില്ല എന്ന ഒരു വാചകവും സണ്ണി ജോസഫിന്റെ വാചകങ്ങളിൽ ഇല്ല. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കളുമായി കൂടിയാലോചനകൾ തുടരുന്നു, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. പരസ്യ പ്രസ്താവനകളെ പോലും അദ്ദേഹം തള്ളി പറയുന്നില്ല എന്നുള്ളതാണ്. വൈകുന്നതിനെ കുറിച്ചുള്ള വൈകരുത് എന്ന ആവശ്യം പല നേതാക്കളും പരസ്യമായി ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന് ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന്റെ മറുപടി ഉചിതമായ സമയത്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാട് അദ്ദേഹത്തിനും ഇല്ല എന്ന് കുറെ കൂടി വ്യക്തതയോടുകൂടി ഇന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമാകുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ആകെ ഒറ്റ തടസ്സം മാത്രമേ ഉള്ളൂ, ഉപതെരഞ്ഞെടുപ്പ് എത്തുമോ എന്നുള്ളതാണ്. ആ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. 1 വർഷത്തിൽ താഴെയായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടതില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ചട്ടങ്ങളിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അത് പാലിക്കപ്പെടും എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അധിക സമയം MLA സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ഇന്നോ നാളെയോ അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകും എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. അതിനകത്ത് ഒരു സംശയവുമില്ല. കൃത്യമാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. ഔദ്യോഗികമായി രാജി ആവശ്യപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടരുന്നു, നേതാക്കളുമായുള്ള ആശയവിനിമയം തുടരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ ഏതെങ്കിലും തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകൾ ഉണ്ടാകുമോ എന്ന നിലയിലേക്ക് വന്നാൽ മാത്രം കോൺഗ്രസിന് അജി നേരത്തെ ചോദിച്ച ബി പ്ലാൻ ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തും. നിയമസഭയിലടക്കം പാർലമെന്റ് പാർട്ടിയിൽ നിന്നടക്കം മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന സമീപനവും സ്വീകരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരിക്കുകയും ചെയ്യുക എന്നതായിരിക്കും കോൺഗ്രസിന്റെ സമീപനം. അതെല്ലാം കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇതാണ് ഞങ്ങളുടെ നടപടി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയായിരിക്കും നടപ്പാക്കപ്പെടുകയും ചെയ്യുക. പക്ഷേ മുതിർന്ന നേതാക്കൾ ചിലരെങ്കിലും ഇനി ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതയുണ്ടെങ്കിൽ പോലും രാജി അനിവാര്യമാണ് എന്ന നിലപാടെടുക്കുന്നുണ്ട്. അത് പാർട്ടി വീണ്ടും പിന്നീട് ആ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് തയ്യാറാവേണ്ടത്. ഇത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഘടകമാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ പാർട്ടിക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മാറും. അതിനാൽ ആ വിവാദം ഇന്നും നാളെയോ കൊണ്ട് അവസാനിപ്പിക്കുക എന്നതാണ് KPCC നേതൃത്വത്തിന് മുന്നിൽ. രാജി ആവശ്യപ്പെടുന്ന നേതാക്കൾ ചെലുത്തുന്ന സമ്മർദ്ദം അത് വലിയ തോതിലുള്ളതാണ്. കൂടുതൽ നേതാക്കളും അത്തരം അഭിപ്രായങ്ങളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമാകുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇനി രാജിക്ക് രാഹുൽ മാങ്കൂട്ടൻ തയ്യാറായില്ലെങ്കിൽ പുറത്താക്കുക എന്ന സമീപനവും ഏറ്റവും കടന്ന കൈയും കൂടി എടുക്കാൻ KPCC നേതൃത്വം ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ KR സജു ഇതിൽ എടുത്തു പറയേണ്ടത്, നമ്മൾ അധ്യക്ഷന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, അതായത് രാഹുലിനോട് രാജി ചോദിച്ചു വാങ്ങുന്ന തലത്തിലുള്ള നിലപാടാണ് KPCC അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. കാരണം ഒരു വിശദീകരണം പോലും ആവശ്യപ്പെടുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ ഇമേജ് നേടേണ്ടത് അനിവാര്യമാണ്. ഒരു പുതിയ മുഖം കോൺഗ്രസിനുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് അടിക്കടി പറയുമ്പോൾ പോലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഉപദേശം, മുതിർന്ന നേതാക്കളുടെ ഒരു ഉപദേശം മാത്രമാണ് ഇനി വേണ്ടത്. പ്രത്യേകിച്ച് നിയമോപദേശം കൂടി ഇനി വേണം. രാഹുലിന്റെ അനുവാദം കൂടാതെ തന്നെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് നേതൃത്വം തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആകെ പിന്തുണയുമായി എത്തുന്നത് KPCCയുടെ തന്നെ വൈസ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ മാത്രമാണ്. ബാക്കി എല്ലാ നേതാക്കളും എതിരെ നിൽക്കുന്ന രാഹുലിനെതിരെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? നമുക്കറിയാം, മുമ്പും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാതെയുള്ള ഒരു സമീപനമായിരുന്നു ഷാഫി പറമ്പിൽ എടുത്തത്. രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പോകുന്ന ഷാഫി പറമ്പിലിനെയും നമ്മൾ കണ്ടതാണ്. ആ ഷാഫി പറമ്പിലിന്റെ പിന്തുണ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അത്തരത്തിൽ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഷാഫി പറമ്പിലിന് ഒറ്റയ്ക്ക് സംരക്ഷിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. കാരണം ഒരു കേസില്ല എന്നുള്ളത് വസ്തുതയാണ്. കോടതിയുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇടപെടലുകൾ ഒന്നും ഇതിനകത്തില്ല. പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, അതുപോലെ തന്നെ വനിതാ നേതാക്കൾ ഒക്കെ പരസ്യ പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ജോസഫ് വാഴക്കനെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി തന്നെ രാജിയല്ലാതെ മറ്റു വഴിയില്ല, ഉപതെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള ശേഷിയാണ് കോൺഗ്രസ് നേതൃത്വം കാട്ടേണ്ടത് എന്ന നിലയ്ക്ക് പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു.
സമാനമായ നിലയിൽ ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവർ മാറ്റി നിർത്തിയേ പറ്റൂ, രാജി MLA സ്ഥാനത്തു നിന്ന് കൂടി പുറത്താക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഇങ്ങനെ വനിതാ നേതാക്കളടക്കം പരസ്യമായ നിലപാടുമായി വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കാർക്കശ്യമായ നിലപാടുകൾ രൂപം കൊള്ളുന്നതിനാൽ രാഹുൽ മാങ്കൂട്ടത്തെ അധികമൊന്നും സംരക്ഷിച്ച് നിർത്താൻ മുമ്പ് സംരക്ഷിച്ചവർക്ക് ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഹൈക്കമാൻഡിനും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ട പരാതിയുടെ ആഴം, വ്യാപ്തി എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു സമവായമുണ്ടായി. ഇതാണ് സംസ്ഥാനത്തിന്റെ KPCCയുടെ തീരുമാനം എന്നത് ഔദ്യോഗികമായി അറിയിച്ചാൽ അതിന് അംഗീകാരം നൽകുക എന്നതിൽ തന്നെയായിരിക്കും ഹൈക്കമാൻഡും ഉണ്ടാവുക. അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുമെന്ന് കേരള നേതാക്കൾ ചിന്തിക്കുന്നില്ല.